my chemistry. In this video, I am going to explain you about the electrolytic conductance and some of the basic terms related to that, like resistance, conductance, specific resistance or resistivity, specific conductance or conductivity, and molar conductivity. Okay? Electrolytic conductance or conductance, the word means the flow of electron, ease of flow of current through a conductor. How easily an electric current can flow through a conductor? അതാണ് conductance എന്ന് പറയുന്നത്. എന്താണ്? കറണ്ട് എത്ര ഈസി ആയിട്ട് ഒരു കണ്ടക്ടറിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ അതിന് പറയുന്നതാണ് conductance. Then electrolytic conductance is mainly related to electrolyte solution which contain ions. അപ്പോൾ electrolyte solution എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഒരു electrolyte solution ഉണ്ട്? നമുക്ക് മെയിൻ ആയിട്ട് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. എന്ത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് എന്താ നമുക്ക് വരുന്നത്? അയോൺസ് ആണ് വരുന്നത്. അയോൺസ് പറയുമ്പോൾ electrolytic conductance is mainly related to electrolyte solution which contains ions. So electrolytic conductance is caused by the flow of ions. Just like in metallic conductance, it is caused by the flow of electrons. Here, during electrolytic conductance, the decomposition of compounds may occur. But in metallic conductance, there is no decomposition of compounds. Okay? Then it is, as we know, it is related to electrolyte. Electrolyte can be classified into strong electrolyte and weak electrolyte. Strong electrolyte examples are HCl, KCl, etc. Weak electrolyte examples are ammonium hydroxide, acetic acid, etc. This strong electrolyte undergo complete ionization. അതായത് മൊത്തത്തിൽ അത് അയോണൈസ് ചെയ്ത് പോകും. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ HCl, KCl ഒക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഫുൾ ഡിസോസിയേഷൻ നടക്കും. അതായത് ഇപ്പൊ HCl ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് എന്താ, അത് H പ്ലസും പ്ലസ് Cl മൈനസും ആയിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പൊ ഫുൾ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ അങ്ങനെയല്ല. ദർ ഇസ് നോ കംപ്ലീറ്റ് ഡിസോസിയേഷൻ. അവര് CH3COH ഡിസോസിയേറ്റ് ചെയ്തിട്ട് CH3COO മൈനസും H പ്ലസും ആവും, പക്ഷെ വളരെ കുറവായിട്ട് മാത്രം. കംപ്ലീറ്റ് ഡിസോസിയേഷൻ അവിടെ നടക്കുന്നില്ല, കാരണം അത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. മനസ്സിലായില്ലേ? ഇനി ഇതിനൊക്കെ സംബന്ധിച്ചിട്ട് ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഫ്ലോ ചെയ്യുമ്പോൾ അതിന് തടസ്സമായിട്ട് വരുന്നത് ഏതാ? റെസിസ്റ്റൻസ്. അപ്പൊ ആദ്യം റെസിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫ്ലോ ചെയ്യാൻ തടയുന്ന ഒരു കാര്യമാണ് റെസിസ്റ്റൻസ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ R വെച്ചിട്ടാണ്. റെസിസ്റ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോനനുസരിച്ച് ഒരു വയറിലൂടെ നമ്മൾ V വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. V പ്രൊപ്പോർഷണൽ ടു I. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി, അതപ്പോ വയറിലേക്കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. So in order to change this proportionality sign, we multiply I with a constant. അപ്പോ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് R. R ആണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഇനി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നോക്കാം. റെസിസ്റ്റൻസ്, അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ആറിന്റെ വേറെ ഇക്വേഷൻ എടുക്കാം. R = V/I എന്നത് കിട്ടില്ലേ? ഇനി V/I കിട്ടി. അത് കൂടാതെ റെസിസ്റ്റൻസിന് വേറെ ഒരു ഇക്വേഷൻ വരാം. അതായത് റെസിസ്റ്റൻസ് വയറായാലും അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആയാലും അതിന്റെ ലെങ്ത്തിനെയും ഏരിയനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ലെങ്ത് കൂടും തോറും റെസിസ്റ്റൻസും കൂടും. അതുപോലെ ഏരിയ കൂടും തോറും എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. അപ്പൊ അങ്ങനെ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ R പ്രൊപ്പോർഷണൽ ടു L/A. L എന്ന് പറയുന്നത് എന്താ? ലെങ്ത്. A എന്ന് പറയുന്നത് എന്താ? ഏരിയ. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ലെങ്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്താണ്? ഏരിയ. ഇവിടെ സെയിം പ്രിൻസിപ്പൽ പ്രൊസീജിയർ തന്നെ. അതായത് എന്താ? In order to change this proportionality sign, we multiply this term with a constant, and that term is resistivity. It depends upon the material. ഓരോ മെറ്റീരിയലിനും ഡിഫറെന്റ് റെസിസ്റ്റിവിറ്റി ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ആറിനെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് റോ L/A. റോ ആണ് നമ്മുടെ എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി.
മനസ്സിലായി? അത് അടുത്ത നമുക്ക് റെസിസ്റ്റിവിറ്റിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്താ? ഒന്നെങ്കിൽ ഓം അല്ലെങ്കിൽ അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് ഇത്. ഓം ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ആയിട്ട്. Resistivity or specific resistance, it is R equal to rho L by A. Resistivity or specific resistance. Resistance equation നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്ത്? R equal to rho L by A. അതിന് rho ആയിരുന്നു എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ rho ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് rho equal to RA by L. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ആണ്. ഓരോ ഡിഫറെന്റ് മെറ്റീരിയലിനും റെസിസ്റ്റിവിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഇതിൽ SI യൂണിറ്റ് എന്താ? ഇപ്പൊ റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് നമുക്കറിയാം ഓം ആണ്. അപ്പൊ ഏരിയയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏരിയക്കുള്ള A സ്ക്വയർ എന്നൊക്കെ നമ്മൾ എടുത്താൽ അങ്ങനെ ഏരിയയുടെ ഒക്കെ ആണെന്ന് ഇത് വരുമ്പോ നമുക്ക് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ ആണ്. ഒന്നെങ്കിൽ മീറ്റർ, ഇതൊക്കെ കൂടി ഒന്നെങ്കിൽ മീറ്ററിൽ എഴുതാം, അല്ലെങ്കിൽ എല്ലാം സെന്റിമീറ്ററിൽ എഴുതാം. യൂഷ്വലി നമ്മൾ അത്ര വലിയ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാറില്ല. കെമിസ്ട്രിയിലൊക്കെ ഇലക്ട്രോഡ് നമ്മുടെ ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് സെന്റിമീറ്റർ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ SI യൂണിറ്റ് എന്താ? ഓം സെന്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെന്റിമീറ്റർ. ഈ സ്ക്വയറും ഈ സെന്റിമീറ്ററും കൂടി ക്യാൻസൽ ചെയ്യും. ഇവിടുത്തെ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒന്നെങ്കിൽ ഓം സെന്റിമീറ്റർ ആവാം, അല്ലെങ്കിൽ മീറ്ററിന്റെ കണക്കിൽ അല്ലെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും? ഓം മീറ്റർ ആവാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അത് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം സെന്റിമീറ്റർ അല്ലെങ്കിൽ ഓം മീറ്റർ. ഓക്കെ, resistivity is the resistance of conductor with length 1 cm and area 1 cm square. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം rho equal to RA by L ആണ്. അപ്പൊ ഏരിയ 1 cm സ്ക്വയർ ആണ്, ലെങ്ത് 1 cm ആണെന്നുണ്ടെങ്കിൽ എന്താ? ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റിവിറ്റിയുടെ ജനറൽ ആയിട്ടുള്ള ഒരു definition ആണ് ഇത്. And it is the resistance of a conductor with length 1 cm and area 1 cm square. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം rho equal to RA by L. അപ്പൊ ഏരിയ 1 cm സ്ക്വയറും ലെങ്ത് 1 cm ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും എന്ത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വിത്ത് ലെങ്ത് 1 cm and area 1 cm square. Conductance is generally represented with using letter G. It is the ease of flow of current through a conductor, or another definition is that it is the reciprocal of resistance. So resistance is represented by your letter R. അപ്പോൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എന്താ? എത്ര ഈസി ആയിട്ട് ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ അതിനെ വിളിക്കുന്നതാണ് കണ്ടക്ടൻസ് എന്ന്. കണ്ടക്ടൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക G എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ G ഈക്വൽ ടു എന്താണ്? 1/R ആണ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം അല്ലേ? അപ്പൊ 1/Ω എന്ന് പറയുന്നത് എന്താ? ഓം ഇൻവേഴ്സ്. അല്ലെങ്കിൽ ഇതിന് വിളിക്കുന്ന വേറെ പേരാണ് സീം. അപ്പൊ രണ്ട് യൂണിറ്റ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ ഓം ഇൻവേഴ്സ് ആവും, അല്ലെങ്കിൽ സീമൻ ആവും. 1 സീമൻ എന്ന് പറയുന്നത് എന്താ? ഓം ഇൻ 1 ഓം ഇൻവേഴ്സിനെ വിളിക്കുന്നതാണ്. മനസ്സിലായില്ലേ? കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. Conductivity or specific conductivity, it is denoted using letter K or kappa. Kappa നമുക്ക് കേട്ടുവരുന്നുണ്ടാവില്ലേ? പുള്ളിക്കഴും കപ്പൊക്കെ അതൊക്കെ അപ്പൊ ഇത് വാക്കല്ലോ. It is denoted using K. It has two definitions. Either it may be taken as reciprocal of resistivity. Conductance എന്ന് പറയുന്നത് എന്തായിരുന്നു? റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ അല്ലേ? അതേപോലെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി റോന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഇതിന് വേറെ ഒരു വരുന്നുണ്ട്. അപ്പൊ വേറെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് 1 cm³ or 1 ml of solution.
ഒരു ml സൊല്യൂഷന്റെ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ക്യൂബ് സൊല്യൂഷന്റെ സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് നിർബന്ധമില്ല, 1 മീറ്റർ ക്യൂബ് ആവാം. 1 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 ml സൊല്യൂഷന്റെ കണ്ടക്ടൻസ് ആണ് എന്ത് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് എപ്പോഴും മൈൻഡിൽ ഓർമ്മയുണ്ടാവേണ്ട ഒരു ഡെഫിനിഷൻ ആണ്. കണ്ടക്ടിവിറ്റി ഇസ് കണ്ടക്ടൻസ് ഓഫ് 1 സെന്റിമീറ്റർ ക്യൂബ് ഓർ 1 ml ഓഫ് സൊല്യൂഷൻ. ഇനി പിന്നീട് ഇതിന്റെ അപ്ലിക്കേഷനും പിന്നെ കോൺസെൻട്രേഷൻ അനുസരിച്ചുള്ള വേരിയേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഇത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. കണ്ടക്ടിവിറ്റി എന്താണ്? 1 ml സൊല്യൂഷന്റെ കണ്ടക്ടൻസ് ആണ്. അപ്പോ ഇനി അതിന്റെ നമുക്ക് ഇക്വേഷൻ നോക്കാം. കപ്പ വെച്ചിട്ട് നമ്മളിപ്പോ കെ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. കെ എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്നല്ലേ പറഞ്ഞത്. അപ്പോ റോ 1/ρ. റോ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞത് R=A/L ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും? K=1/RA/L. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/R × L/A എന്ന് കിട്ടും. 1/R നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എന്താണ് 1/R? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്താ? കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് ഇതിൽ ഇട്ട് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് G. അപ്പൊ G × L/A. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. ഇനി അതിന്റെ യൂണിറ്റ്. ഇപ്പൊ യൂണിറ്റ് നമുക്ക് കണ്ടക്ടൻസ് എന്തായിരുന്നു? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നു. കണ്ടക്ടിവിറ്റി എന്താ? റെസിപ്രോക്കൽ ഓഫ് എന്താണ്? നമ്മുടെ റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താ പഠിച്ചത്? ഓം സെന്റിമീറ്റർ അല്ലേ പഠിച്ചത്. അപ്പോ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു ഓം ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേര് വിളിക്കലോ, സീമൻ. അത് എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? എസ് വെച്ചിട്ട്. അപ്പോ ഇതിന് നമുക്ക് ഒന്നെങ്കിൽ ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ എസ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. നമുക്ക് ഈ രണ്ടില് ഏത് യൂണിറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടിവിറ്റിക്ക്. അത് ഡിനോട്ട് ചെയ്യുന്ന വർക്ക് മാർക്ക് വെക്കേണ്ടത് കപ്പ അല്ലെങ്കിൽ കെ. Molar conductivity. Molar conductivity is generally represented using lambda m. It is the conductivity of 1 ml of solution containing 1 mole of dissolved electrolyte. അതായത് നമുക്ക് സാധാരണ കണ്ടക്ടിവിറ്റി എന്തായിരുന്നു? കണ്ടക്ടൻസ് ഓഫ് 1 ml of solution അല്ലേ? അല്ലെങ്കിൽ കണ്ടക്ടൻസ് പെർ യൂണിറ്റ് വോളിയം അങ്ങനെയും പറയാം. അതായത് അപ്പൊ അവിടെ മോൾ എത്രയാണ് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ എത്ര മോളായാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മളൊരു ബീക്കറിലൊരു സൊല്യൂഷൻ കൺസിഡർ ചെയ്തു. ഇതിന്റെ കണ്ടക്ടിവിറ്റി നോക്കണം. അപ്പൊ എന്താ? 1 ml ഇതിന് എടുത്തിട്ട് ആ 1 ml കണ്ടക്ടൻസ് എന്താണോ അതാണ് കണ്ടക്ടിവിറ്റി. അപ്പൊ ഇത് എത്ര മോള് ഇലക്ട്രോലൈറ്റ് ആണ് ഡിസോൾവ് ചെയ്തേക്കുന്നത് അതൊന്നും നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പൊ 2 മോളാവാം 3 മോളാവാം എത്ര വേണമെങ്കിലും. പക്ഷെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്തുണ്ടാവണം? നമ്മൾ ഏത് സൊല്യൂഷനാണ് നമ്മൾ എടുക്കേണ്ടത്, നമ്മുടെ ഇലക്ട്രോലൈറ്റ് എടുക്കേണ്ട കണ്ടക്ടൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 mole ഓഫ് ഡിസോൾവ്ഡ് ഇലക്ട്രോലൈറ്റ്. ആ 1 മോളിനാണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. 1 mole ഓഫ് ഡിസോൾവ്ഡ് ഇലക്ട്രോലൈറ്റ് ഉള്ള ഒരു സൊല്യൂഷനിൽ നിന്ന് 1 ml എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടൻസ് ആണ് ഇത് മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ 1 mole ഡിസോൾവ്ഡ് ഇലക്ട്രോലൈറ്റ് ഉള്ള സൊല്യൂഷനിൽ നിന്ന് 1 ml എടുത്തിട്ട് ആ 1 ml കണ്ടക്ടൻസ്. ഓക്കെ ആണോ? അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ ലാംഡ എം വെച്ചിട്ടല്ലേ. ഇനി അതിന്റെ ഇക്വേഷൻ നോക്കാം. അപ്പൊ ലാംഡ എം ഈക്വൽ ടു കണ്ടക്ടിവിറ്റി സാധാരണ കെ വെച്ചിട്ടല്ലേ, കെ ഇൻറ്റു വോളിയം. എന്ന് പറയുന്നത് എന്താ? ലാംഡ എം ഈക്വൽ ടു കെ ഇൻറ്റു വി ആണ്. വി എന്ന് പറയുന്നത് വോളിയം, കെ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി. ഇനി നമുക്ക് വേറെ ഇക്വേഷൻ അറിയാം. എന്ത്? മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നുള്ളത്. അപ്പൊ ഇത് റീഅറേഞ്ച് ചെയ്താൽ വോളിയം എന്ത് കിട്ടും? വോളിയം ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. മൊളാരിറ്റി എപ്പോഴും നമ്മൾ എന്താ ലിറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. പക്ഷെ ഇവിടെ വോളിയം എടുക്കുമ്പോൾ എന്താ നമ്മൾ 1 ml അല്ലേ വോളിയം എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലിറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വോളിയം ഇതിലേക്ക് ml ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലിറ്ററിനെ ml ലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ n/m നെ എന്ത് ചെയ്യും? നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതൊന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന ഇതിനെ നമ്മൾ 1000 കൊണ്ട് ml ആണ്, ലിറ്ററിലാണെന്നുണ്ടെങ്കിൽ ലിറ്ററിനെ നമുക്ക് ml ലേക്ക് ആക്കാൻ വേണ്ടിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് അറിയാം? 1 മോളാണെന്ന് അറിയാം അല്ലെ. അപ്പൊ എന്നിന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ 1 ഡിവൈഡഡ് ബൈ m ഇൻറ്റു 1000. ഇതാണ് എന്ത്? നമ്മുടെ വോളിയം കിട്ടിയത്. ഇനി ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഏത്? ഇതിൽ നമുക്ക് ഇതിൽ എന്തായിരിക്കും? k ഇൻറ്റു 1000 ബൈ m.
ഒന്നെങ്കിൽ എം ആവാം. എം എന്ന് പറയുന്നത് മൊളാരിറ്റി അല്ലേ, മൊളാരിറ്റി കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യുന്നില്ലേ. അപ്പൊ കോൺസെൻട്രേഷൻ നമുക്ക് സി വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാം, എം വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാം. അത് ഏതായാലും കുഴപ്പമില്ല. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെച്ചോളൂ. ഒന്നെങ്കിൽ എം ആവാം, അല്ലെങ്കിൽ നമുക്ക് കെ ഇൻറ്റു 1000/c ആവാം. ഈ ഒരു ഇക്വേഷനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഇത് ഓർമ്മയിട്ടാവണം. എന്ത് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കെ ഇൻറ്റു വി ആണ്. വിനെ നമ്മൾ എങ്ങനെയാണ് വി 1000/m ആയെന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. മനസ്സിലായി? മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇനി SI യൂണിറ്റ് നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ എപ്പോഴും കെ ഇൻറ്റു വി ആണ്. കെ ഇൻറ്റു വി എന്ന് പറയുന്നത് എന്താ, കെ ഇൻറ്റു 1000/c. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ, ഇതിനുള്ളിൽ നിന്ന് നമ്മൾ SI യൂണിറ്റ് ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പോ നമുക്ക് കണ്ടക്ടിവിറ്റിയുടെ നമുക്ക് എന്താ യൂണിറ്റ് വരുന്നത്, ഓം ഇൻവേഴ്സ് അല്ലേ. പിന്നെ നമുക്ക് ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. കോൺസെൻട്രേഷന്റെ മോൾ പെർ ലിറ്റർ ആണ് വരുന്നത്. പക്ഷെ നമുക്ക് യൂണിറ്റ് ഏതിലാണ് വേണ്ടത്, സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വോളിയം ലിറ്ററിലായിരുന്നു ഇനി സെന്റിമീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതേപോലെ തന്നെ SI യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോഴും ഇവിടെ അത് സെയിം പ്രൊസീജിയർ ചെയ്യണം. ഇൻറ്റു 1000 സെന്റിമീറ്റർ ക്യൂബ് ലിറ്റർ ഇൻവേഴ്സ്. അപ്പൊ ഇനി ഇതിലെ നമുക്ക് ക്യാൻസലേഷൻ റീഅറേഞ്ച്, ഇപ്പൊ സെന്റിമീറ്റർ ഇൻവേഴ്സും പിന്നെ സെന്റിമീറ്റർ ക്യൂബും കൂടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ -1 + 3 വരെ വരുന്നത് 2. നമുക്ക് ഓം ഇൻവേഴ്സിന് പകരം നമ്മൾ വേറൊരു വാക്ക് പഠിച്ചില്ല, അതെന്തായിരുന്നു, സീമൻ. ഒന്നെങ്കിൽ എസ് എഴുതാം, ഒന്നെങ്കിൽ ഇതേ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സീമൻ സെന്റിമീറ്റർ സ്ക്വയർ. മോൾ എന്ത് ചെയ്യും, മോളിലേക്ക് വരുമ്പോ മോൾ ഇൻവേഴ്സ്. ഈ ലിറ്ററും ഇവിടുത്തെ ലിറ്ററും ക്യാൻസൽ ആയി പോകും. അങ്ങനെ നമുക്ക് നമ്മുടെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വരുന്നത് സീമൻ സെന്റിമീറ്റർ സ്ക്വയർ. Equivalent conductance we are representing using lambda eq. It is just like molar conductivity or molar conductance. നമ്മൾ molar conductance ൽ എന്താ എടുത്തത്, we are using the conductance of 1 mole of electrolyte അല്ലെങ്കിൽ conductance of 1 ml of solution containing 1 mole of dissolved electrolyte അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്താ, conductance of 1 ml of solution containing 1 gram equivalent of dissolved electrolyte. 1 gram equivalent ആയിട്ടുള്ള dissolved electrolyte ഉള്ള ഒരു സൊല്യൂഷനെ ആണ് നമ്മൾ എന്തെടുക്കുന്നത്, 1 ml എടുത്തിട്ട് അതിന്റെ നമ്മൾ കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നത്. അതാണ് ഇക്വാലന്റ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇക്വേഷൻ മോളാർ കണ്ടക്ടിവിറ്റിയുടെ പോലെ തന്നെയാണ്, കെ ഇൻറ്റു വി ആണ് വരുന്നത്. നമ്മൾ ഇതിനെ വീണ്ടും മോളാർ കോൺസെൻട്രേഷൻ ടേംസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കെ ഇൻറ്റു 1000/c eq ആണ് വരുന്നത് ഇക്വാലന്റ് കോൺസെൻട്രേഷൻ. പക്ഷെ മറ്റൊരു മോളാർ കണ്ടക്ടിവിറ്റിയുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ടേം ആയിട്ട് മൊളാരിറ്റിനെയാണ് എടുത്തത്. പക്ഷെ ഇവിടെ ഇക്വാലന്റ് കണ്ടക്ട് കോൺസെൻട്രേഷൻ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊളാരിറ്റിക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് നോർമാലിറ്റി. അപ്പൊ നോർമാലിറ്റി എടുക്കുമ്പോൾ യൂഷ്വലി അത് എന്താണ്, അതിന്റെ SI യൂണിറ്റ് മാറും. ഗ്രാം ഇക്വാലന്റ് ആണ് അതിന്റെ SI യൂണിറ്റിൽ ഒരു എക്സ്ട്രാ ടേം വരുന്നത്. മറ്റൊരു മോൾ പെർ ലിറ്റർ അല്ല മൊളാരിറ്റിയുടെ വന്നത്. പക്ഷെ ഇവിടെ യൂണിറ്റ് വരുമ്പോ ഗ്രാം ഇക്വാലന്റ് ആണ് വരിക. അപ്പൊ ജസ്റ്റ് ആ മോളിന്റെ സ്ഥാനത്ത് ഇക്വാലന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ SI യൂണിറ്റ് ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. സീമൻ സെന്റിമീറ്റർ സ്ക്വയർ ഇക്വാലന്റ് റേസ് ടു -1. മോളാർ കണ്ടക്ടിവിറ്റിയുടെ എടുത്തപ്പോഴും നമുക്ക് സീമൻ സെന്റിമീറ്റർ സ്ക്വയർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇക്വാലന്റ് പറയുന്നതായിരുന്നു പെർ മോൾ ആയിരുന്നു വന്നത്. ഇവിടെ പെർ മോളിന് പകരം എന്താണ്, പെർ ഇക്വാലന്റ് ആണ്. അത് ജസ്റ്റ് മൊളാരിറ്റിക്ക് പകരം നോർമാലിറ്റി വന്നതിന്റെ ഒരു വ്യത്യാസമാണ്. ഓക്കെ. Cell constant is generally denoted as G star. And if we consider a cell or we construct a cell, after constructing a cell, the area of electrodes or the distance between two electrodes will remain constant. ഇലക്ട്രോഡിന്റെ ഏരിയയോ അല്ലെങ്കിൽ 2 ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും സെല്ല് കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം. അതൊരിക്കലും മാറില്ല. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്നതാണ് സെൽ കോൺസ്റ്റന്റ്. സെൽ കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് L/A ആണ്, ലെങ്ത് ബൈ ഏരിയ. അതൊരിക്കലും സെല്ല് കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം ഈ 2 ക്വാണ്ടിറ്റീസും മാറുന്നില്ല. ഇനി കണ്ടക്ടിവിറ്റി സെൽ കോൺസ്റ്റന്റും എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കണേ നോക്കാം. കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലേ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെ 1/r × L/A കിട്ടി. ഇനി 1/r വരെ നമ്മൾ കണ്ടക്ടൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. കണ്ടക്ടൻസ് ഏത് ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, G വെച്ചിട്ട്.
അപ്പൊ G ഇൻറ്റു എൽ ബൈ എ. അതിനുശേഷം ഈ എൽ ബൈ എക്ക് നമ്മൾ കണ്ടുപിടിച്ച സെൽ കോൺസ്റ്റന്റ് ആണ്. സെൽ കോൺസ്റ്റന്റ് ഏത് വെച്ചിട്ടാണ്? G സ്റ്റാർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ G ഇൻറ്റു G സ്റ്റാർ. മനസ്സിലായില്ല? ഇനി കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ആ സെയിം സാധനത്തിന് നമ്മൾ ജസ്റ്റ് വേർഡ്സിൽ എഴുതിയെന്ന് മാത്രം. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? കണ്ടക്ടൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് ആണ്. ഇത് മനസ്സിലായില്ലേ?